നമസ്കാരം. ഞാൻ ആക്ടർ ഗോപൻ പങ്ങാട്ട്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ടൂളെന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ടൂളെന്ന് പറയുന്നത് അവരുടെ ബോഡിയാണ്. ബോഡിയിൽ സൗണ്ട്, മൈൻഡ് ആൻഡ് ബോഡിയുടെ ഓരോ പാർട്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആക്ടിങ് മെയിൻലി നടക്കുന്നത് എക്സ്പ്രഷൻസ് വരുന്നത് മുഖത്താണ്. മുഖത്തുള്ള എന്തും, കണ്ണ്, മൂക്ക്, ചുണ്ടുകൾ, കവിളുകൾ, ചെവികൾ, അതേപോലെ തന്നെ മുടി, ഇതെല്ലാം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രായമേറുന്നതനുസരിച്ച് നമുക്കിതിനകത്ത് ചേഞ്ചസ് വരും. ഇതിനകത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുന്നൊരു മേഖല എന്ന് പറയുന്നത് മുടിയാണ്. മുടി ഏതൊരു മനുഷ്യൻ്റെയും, പ്രത്യേകിച്ച് ആണുങ്ങളുടെ, കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോകും. ഈ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് വളരെയധികം ആകുലപ്പെടുന്നുണ്ട്. പല കാരണങ്ങളാൽ നിത്യജീവിതത്തിൽ ഇത് വേണം, ഇതിൻ്റെ നഷ്ടം വളരെയധികം ബാധിക്കുന്ന മനുഷ്യരുണ്ട്. ആക്ടിംഗ് പോലുള്ള പ്രൊഫഷൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി ബോധറേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ പലവിധ സൊല്യൂഷൻസ് ഇതിൻ്റെ പിറകിൽ നമ്മൾ അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഞാനും ഇതിനെക്കുറിച്ച് വളരെയധികം ബോധേഡാവുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 2009 എനിക്കൊരു മേജർ ആക്സിഡൻറ്റ് പറ്റുകയുണ്ടായി. അപ്പോൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 1 ഇയർ പ്രോസസ്സുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന അനസ്തേഷ്യയുടെയും ആ സമയത്തുള്ളൊരു മെഡിസിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എനിക്ക് വളരെയധികം ഹെയർ ഫോൾ വന്നത്. പിന്നീട് പല വിധത്തിൽ ഇത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പല എണ്ണയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചെങ്കിലും അതൊന്നൊരു വേണ്ടപ്പെട്ട റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആലോചനയിലിരിക്കുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കാണാനായിട്ട് ഇടപെട്ടു. നമ്മുടെ സത്യനാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തൊരു വീഡിയോ. ആ വീഡിയോയിൽ ആ ആളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അയാൾ പറയുന്നുണ്ട്. HT ചെയ്തതിനെ കുറിച്ച്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷനാണ് ഇതിനകത്തുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു. ഈ ആളെ വിളിച്ചു, ആൾ കുറച്ച് ഇൻഫർമേഷൻസ് തന്നു. പിന്നെ ഇത് ചെയ്തിട്ടുള്ളതായ വേറെ കുറച്ച് ആക്ടേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു. അവരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഡെൻസിറ്റൈ എന്ന് പറയുന്നതായ ക്ലിനിക്കിനെ കുറിച്ച് അറിയുന്നത്. ഇവർ ശരിക്കും പൂനെ ബേസ്ഡ് ആയിരുന്നു ആദ്യം. പിന്നീടാണ് എറണാകുളത്തേക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങിയത്. ഇന്ന് എറണാകുളത്ത് വളരെ സക്സസ് ആയിട്ട് ഈ ബ്രാഞ്ച് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കൺസൾട്ടേഷൻ എടുത്തു. അപ്പോൾ എൻ്റെ മുടിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എനിക്ക് വളരെ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ HT ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു നിലവിലുള്ള അവസ്ഥയിൽ ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്. നമ്മൾ പലതരത്തിലുള്ള വിഗ് വെച്ചാലും ആ വിഗ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ പാട്. ഒരു ക്യാരക്ടറിന് വേണ്ടി വിഗ് വയ്ക്കും നോക്കി, പക്ഷേ നിത്യജീവിതത്തിൽ ഒരു വിഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആണ് ഞാൻ HT ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ HTക്ക് മുമ്പായിട്ട് ഡോക്ടറെ വന്ന് കണ്ടു. ഡോക്ടർ ഗജാനൻ ജാദവ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ഹെഡ്. അദ്ദേഹമാണ് ഇതിനെ പരിപൂർണമായിട്ടും നയിക്കുന്നത്. അദ്ദേഹം എൻ്റെ മുടി പരിശോധിക്കുകയും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ സർജറിക്ക് തയ്യാറായി.